നാം ഇന്ന് നോക്കാൻ പോകുന്ന വിഷയമെന്തെന്നാൽ പ്രേതം അല്ലെങ്കിൽ ആത്മാവ് യഥാർത്ഥത്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്നതിനെക്കുറിച്ചാണ്. ആത്മാക്കളുമായി ബന്ധപ്പെട്ട അനുഭവങ്ങൾ ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും. 2014 നടത്തിയ ഒരു ഗവേഷണത്തിൽ ലോകത്തെ ആളുകളിൽ 45% പേർ പ്രേതങ്ങൾ, പിശാചുക്കൾ, ആത്മാക്കൾ, ഭൂതങ്ങൾ എന്നിവയിൽ വിശ്വസിക്കുന്നുവെന്ന് കണ്ടെത്തി. ഈ 45% ആളുകളോട് ശാസ്ത്രജ്ഞർ വീണ്ടും ഒരു ചോദ്യം ചോദിച്ചു. നിങ്ങളിൽ എത്ര ആളുകൾ പ്രേതത്തെ അല്ലെങ്കിൽ ആത്മാക്കളെ നേരിട്ട് കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അനുഭവം ഉണ്ടായിട്ടുണ്ട്? ഇതിൽ 95% ആളുകൾ നൽകിയ ഉത്തരം, ഞങ്ങൾ ഞങ്ങളുടെ അമ്മ, അച്ഛൻ, സഹോദരൻ, സഹോദരി, കൂട്ടുകാർ, നാട്ടുകാർ, ബന്ധുക്കൾ എന്നിവരെല്ലാം പറയുന്നത് കേട്ടതാണ്, അല്ലാതെ നേരിട്ട് കണ്ടിട്ടില്ല, അനുഭവങ്ങളുണ്ടായിട്ടില്ല. അതായത് 95% ആളുകൾ പറഞ്ഞു, ഞങ്ങൾ ആളുകൾ പറഞ്ഞത് കേട്ടിട്ടാണ് വിശ്വസിക്കുന്നത് എന്ന്. ഒരാൾ ഒരു കാര്യം കേട്ടാൽ അത് മറ്റേയാളോട് പറയുന്നത് കുറച്ചുകൂടി കാര്യങ്ങൾ കൂട്ടിച്ചേർത്തായിരിക്കും. കേട്ട ആള് മറ്റൊരാളോട് പറയുന്നത് കുറച്ചുകൂടി കാര്യങ്ങൾ കൂട്ടിച്ചേർത്തായിരിക്കും. ഇങ്ങനെ ഒരു 100 പേരോട് പറഞ്ഞാൽ ആദ്യം പറഞ്ഞ ആൾ പറഞ്ഞ പോലെയായിരിക്കില്ല കഥ. ഒരുപാട് നുണകൾ അതിൽ കലർന്നിട്ടുണ്ടാവില്ലേ? പ്രേതത്തെ നേരിട്ട് കണ്ടിട്ടുണ്ട് എന്ന് പറയുന്ന 5% ആളുകളുടെ കാര്യമെടുത്താൽ അവർ പ്രേതത്തെ നേരിട്ട് കണ്ടിട്ടുണ്ട് എന്നത് നുണയല്ല, സത്യമാണ്. അത് എങ്ങനെയെന്ന് നോക്കാം. നിങ്ങൾ കണ്ണടക്കുക. ഇനി ചുവന്ന നിറം മനസ്സിൽ കരുതുക. കഴിയുന്നില്ലേ? കാരണം അത് നിങ്ങൾ ഇതിനു മുൻപ് കണ്ടിട്ടുണ്ട്, അല്ലേ? ഞാൻ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നാൽ, നിങ്ങൾ രാത്രിയിൽ വഴിയിലൂടെ ഒറ്റയ്ക്ക് നടക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു വീട്ടിൽ ഒറ്റയ്ക്ക് പോകുമ്പോൾ, ഒരു ചെറിയ നിഴൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ അനക്കം കാണുമ്പോൾ നിങ്ങളുടെ ബ്രെയിൻ ആദ്യം ചിന്തിക്കുക നിങ്ങളുടെ മുൻകാല അനുഭവങ്ങളനുസരിച്ചായിരിക്കും. ഇതാണ് പ്രേതത്തെ നേരിട്ട് കണ്ടിട്ടുണ്ട് എന്നു പറയുന്ന 5% ആളുകളുടെ കാര്യം. അതുപോലെ തന്നെ ഇവരാരും പ്രേതത്തെ രാവിലെ കണ്ടിട്ടില്ല, എല്ലാവരും രാത്രിയാണ് കണ്ടിട്ടുള്ളത്. അത് അവരുടെ തോന്നലുകളോ ഭയമോ അല്ലെങ്കിൽ മറ്റു മാനസിക കാരണങ്ങളാൽ ഉണ്ടാകുന്ന ഒരു അനുഭവമായിരിക്കാം. അതുപോലെ യൂട്യൂബിൽ കാണുന്ന പ്രേത വീഡിയോകളിൽ പലതും തെളിവുകളില്ലാത്തതും എഡിറ്റിംഗ് ഉപയോഗിച്ച് സൃഷ്ടിച്ചതുമായിരിക്കാം. ഈ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.